ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ കഴിഞ്ഞൊരു വർഷം മുഴുവനും ദൈവം നമ്മെ എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. നാം എത്ര നന്ദി പറഞ്ഞാലും എത്ര അവനെ മഹത്വപ്പെടുത്തിയാലും തീരാത്തവണ്ണമുള്ള ദൈവത്തിൻ്റെ മഹാകരുണ. ശരിയല്ലേ? കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെ പ്രാർത്ഥനയോടെ, വളരെ ശ്രദ്ധയോടെ. നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ സ്വർഗം സിംഹാസനമായും ഭൂമി പാദപീഠമായും അവൻ എന്ത് ചെയ്യുന്നു? വാണരുളുന്നു. അവന്റെ പാദപീഠത്തിലാണ് നാം ഇരിക്കുന്നത്. മാത്രമല്ല, കർത്താവ് തന്നെ പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ട്, നടുവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിൻ നമ്മുടെ മധ്യേ ഉണ്ട്. അവന്റെ സാന്നിധ്യത്തിലാണ് നാം എന്ത് ചെയ്യുന്നത്? ഒരുമിച്ചായിരിക്കുന്നത്. മറിയയെ കുറിച്ച് വായിക്കുമ്പോൾ മറിയ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ത്രീ രത്നമായിരുന്നു, അല്ലെ? മാർത്ത പല കാര്യങ്ങളെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങി വെറുവെറുത്ത് മുൻപോട്ട് പോകുമ്പോൾ മറിയ അവൾക്ക് ലഭിച്ച സമയത്തെ തക്കത്തിൽ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. കർത്താവ് എന്താ പറഞ്ഞേ? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, ആരും അത് അവളിൽ നിന്ന് എന്ത് ചെയ്യില്ല? അപഹരിക്കില്ല. അപ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ ഒരു നിമിഷത്തിലാണ് നാം ദൈവസന്നിധിയിലിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയായിരിക്കാം. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാറ്റാമ്പറം എന്ന് പറയുന്ന സ്ഥലത്താണ് കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. അവിടെ കുടുംബമായി കർത്താവിനെ സേവിച്ചും കർത്താവിനെ ആരാധിച്ചും മുൻപോട്ട് പോകുന്നു. ഇവിടെ നെന്മാറയിലും കടന്നു വന്ന് ഇവിടെയുള്ള സഹോദരന്മാരെ കാണാനും ഒരുമിച്ച് ഇങ്ങനെ ഒരു ഹൃദ്യമായ കൂട്ടായ്മ അനുഭവിപ്പാനും സ്വർഗത്തെ ദൈവം എനിക്കും അവസരം തന്നതോർത്ത് ഞാൻ വളരെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അല്പസമയം നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വിഷയം പഠിക്കണം, അല്ലെങ്കിൽ അത് ചിന്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു വേദഭാഗം തന്നെയാണ്. ഒരുപക്ഷെ ഇതിനു മുൻപ് നാം കേട്ടിട്ടുള്ളതാകാം, മനസ്സിലാക്കിയിട്ടുള്ളതായിരിക്കാം. എന്നാൽ ദൈവത്തിന് ഇന്ന് രാത്രി നമ്മോട് പറയാനുള്ളത്, എന്നിൽ ഭരമേൽപ്പിച്ച് ഈ കാര്യം എന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ തന്നെ അന്നു മുതൽ എന്ത് സംസാരിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അങ്ങനെ ദൈവം എനിക്ക് തന്ന ഒത്തിരി വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. എന്നാൽ ദൈവം എന്നെ വ്യക്തമായി ഭരമേൽപ്പിച്ച ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യത്തോട് ബന്ധപ്പെട്ട് 2 വാക്യങ്ങളാണ് ദൈവവചനത്തിൽ നിന്നും, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നിന്നും വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ഒന്ന് ശബ്ദമുയർത്തി വായിക്കുന്നത് അനുഗ്രഹമായിരിക്കും. ബൈബിൾ ക്ലാസ് ആണല്ലോ. നിങ്ങളുടെയും കൂടെ പങ്കാളിത്തം ചോദിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യവും. സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. കർത്താവിന് സ്തോത്രം. അവിടെ നാം വായിച്ചത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും പിന്നെ മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കുക. ഇനിയും അതിന്റെ 12-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നാൽ, 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. മതി. വിശ്വാസത്തിന്റെ നായകനും പിന്നെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്ത് ചെയ്യുക? നോക്കുക. നമുക്കറിയാം, ഈ വാക്യങ്ങൾ വളരെ പരിചിതമാണ്. ദൈവവചനത്തോട് പരിചയമുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും ഈ വാക്യങ്ങൾ നാം വായിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഇതിൽ നിന്ന് സന്ദേശം കേട്ടിട്ടുണ്ട്, നാം ധ്യാനിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായ, വളരെ പ്രാധാന്യതയോടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എബ്രായ ലേഖനത്തിലൂടെ ദൈവാത്മാവ് ഇന്ന് രാത്രിയിലും നമ്മെ ഓർപ്പിക്കുന്നത്. എബ്രായ ലേഖനത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാൽ നാം അറിയുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിലെ 19-ാമത്തെ പുസ്തകമാണ് എബ്രായ ലേഖനം. മാത്രമല്ല, ലേവ്യ വ്യവസ്ഥയിൽ നിന്നും, ലേവ്യ ക്രമീകരണത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്കും അല്ലെങ്കിൽ ഉപദേശത്തിലേക്കും ഉള്ള മാറ്റത്തെ വിശദമാക്കുന്ന ഒരു പുസ്തകമാണ്. അത് നമ്മൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ലേവ്യ പുസ്തകവും ഈ എബ്രായ ലേഖനം ഒന്ന് ചേർത്ത് പഠിച്ചാൽ, അല്ലെ, ലേവ്യ പൗരോഹിത്യത്തിൽ നിന്നുള്ളതായിരിക്കുന്ന
അതിന്റെ ക്രമീകരണവും അതിന്റെ ഉപദേശത്തിൽ നിന്നും എത്രമാത്രം മാറ്റമാണ് പുതിയ ഈ നിയമത്തിന് അല്ലെങ്കിൽ ആ പുതിയ നിയമത്തിൽ എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല എബ്രായ ലേഖനത്തെ അറിയപ്പെടുന്നത് പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകം എന്ന, പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകം എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഒത്തിരി കാര്യങ്ങൾ ഈ പുസ്തകത്തെ കുറിച്ചുള്ള വിശേഷതകൾ ഉണ്ടെങ്കിലും ഇത് എഴുതിയത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നാം അറിയുന്നത് പോലെ എബ്രായ വിശ്വാസികൾക്ക് വേണ്ടിയാണ്. എന്ന് വെച്ചാൽ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എന്ത് ചെയ്തത്, എഴുതിയത്. അതൊന്നുകൂടെ പറഞ്ഞാൽ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ലേഖനം എന്ത് ചെയ്തത്, എഴുതിയത്. ഇത് എഴുതാനുള്ള സാഹചര്യം എന്താ? അവർ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു, അതിന്റെ മഹത്വവും നന്മയൊക്കെ അനുഭവിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ഒക്കെ ആരാധിക്കുന്ന ദൈവജനത്തിന് ഉണ്ടായ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ അവരെന്ത് ചെയ്തു? അവർ മനം മടുത്ത് തിരിച്ചു പോകുവാനായിട്ട് തുടങ്ങുകയാണ്. അവർക്ക് ചിലരൊക്കെ പറഞ്ഞു, ഇനി ഇവിടെ എന്ത് ചെയ്യണ്ട, നിൽക്കണ്ട, നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ വിശ്വാസത്തിലേക്ക്, പഴയ ആചാരത്തിലേക്ക് മടങ്ങിപ്പോകാമെന്ന് ചിന്തിച്ചപ്പോൾ, അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലയിൽ അതിനേക്കാൾ എത്രയോ വിശേഷതയേറിയ ഒരു മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്നവരെ ബോധ്യപ്പെടുത്തുവാനാണ് എബ്രായ ലേഖനം എന്ത് ചെയ്തത്, എഴുതിയത്. ഈ ലേഖനത്തിൽ ഏകദേശം 13-ലധികം പ്രാവശ്യം വിശേഷതയേറിയത് അല്ലെങ്കിൽ ശ്രേഷ്ഠമായത് എന്ന പദം എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ യഹൂദ ക്രിസ്ത്യാനികൾ മടങ്ങി ക്രിസ്തീയ മാർഗത്തിൽ നിന്നും അവരനുഭവിച്ച സത്യത്തിൽ നിന്നും മടങ്ങി യഹൂദ വിശ്വാസത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന വിശ്വാസ ത്യാഗത്തിനെതിരെ താക്കീത് നൽകിക്കൊണ്ടാണ് ഈ ലേഖനം എന്ത് ചെയ്തത്, എഴുതിയത്. അതിന് 2 അധ്യായങ്ങൾ നാം പരിശോധിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യത മനസ്സിലാക്കാൻ കഴിയും. ഏതൊക്കെയാണെന്നറിയാമോ? എബ്രായ ലേഖനം 6-ാം അധ്യായവും എബ്രായ ലേഖനം പിന്നെ ഒന്ന് പറഞ്ഞേ 6-ാം അധ്യായവും 10-ാം അധ്യായവും. ആ 10-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ നിന്ന് ത്യാഗത്തിലേക്ക് പോയാൽ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് വളരെ വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലേഖനത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ച ഈ 2 വാക്യങ്ങൾ. അവിടെ നാം ശ്രദ്ധിച്ചതായതൊരു കാര്യമുണ്ട്. എന്താണ്? നോക്കുക എന്നൊരു പദമാണ് അല്ലെ. ആദ്യത്തെ 3-ാം അധ്യായത്തിൽ അതിന് 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത് വിശ്വാസത്തിന്റെ നായകനും പിന്നെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്ത് ചെയ്യാം, എങ്ങനെ നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നാം വായിച്ചത് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ആദ്യത്തെ വാക്യത്തിൽ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചു നോക്കണം. 2-ാം ഭാഗത്തിൽ അവിടെ വായിക്കുന്നത് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്ത് ചെയ്യുക, നോക്കുക. യേശുവിനെ നോക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നോട്ടം തിരുവഴുത്തിലേക്ക് പരിശോധിച്ചാൽ ഒത്തിരി ഭാഗങ്ങളിൽ നോട്ടത്തെ കുറിച്ച് കാണാൻ കഴിയുന്നു. ശരിയായ നിലയിൽ നോക്കാതെ അപകടത്തിലേക്ക് പോയ ആളുകളെ കുറിച്ച് തിരുവഴുത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ആരെ കുറിച്ചെങ്കിലും ഹൃദയത്തിൽ ചിന്ത വരുന്നുണ്ടോ? പത്രോസ്. ഓക്കെ, ശരിയല്ലാത്ത നോട്ടം കൊണ്ട് പത്രോസിന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നോക്കേണ്ടടുത്ത് നോക്കാത്തത് കൊണ്ട്, നോക്കേണ്ടവനെ നോക്കാത്തത് കൊണ്ട് അവൻ ചുറ്റുപാടുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ ആ വെള്ളത്തിലേക്ക് താൻ എന്ത് ചെയ്തു, താണുപോകാനായിട്ടിടയായി തീർന്നു. പഴയ നിയമത്തിലേക്ക് വന്നാൽ ദാവീദ്, ആ നോട്ടം നമുക്കറിയാം, അത് അവനെ വലിയ പാപത്തിലേക്കാണ് നയിച്ചത്. എന്നാൽ നോട്ടം കൊണ്ട് ജീവിതത്തിൽ അമ്പേ പരാജയപ്പെട്ട ഒരു കുടുംബത്തിന്റെ ചരിത്രം തിരുവഴുത്തിലുണ്ട്. അതാരെന്നറിയാമോ? ലോത്തായിരുന്നു അല്ലെ. അബ്രഹാമിനോടുകൂടെ പുറപ്പെട്ട ലോത്ത് നാം വായിക്കുന്നത് നീരോട്ടമുള്ള ആ സ്ഥലങ്ങളെ കണ്ട് അതിലേക്ക് നോക്കി അതിൽ ആകൃഷ്ടനായി മുൻപോട്ട് പോയ ലോത്തിന് സോദോം ഗോമോറ എന്ന് പറയുന്ന ആ ദുഷ്ടന്മാരും ദൈവത്തിനെതിരായി ജീവിക്കുന്നതുമായ ആ ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അല്ലെ, എല്ലാം നേടാം, എല്ലാം വെട്ടിപ്പിടിക്കാമെന്ന് കരുതിയാണ് ലോത്ത് പോയത്. പക്ഷേ ഒരു ദൈവദാസൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ലോത്ത് എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന് ചേരുന്ന പേര് ലോസ്റ്റ് എന്നാ. എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നും നേടാനായിട്ട് കഴിയില്ല. എന്തിനാ താൻ പോയത്? അബ്രഹാം പറഞ്ഞു, നിനക്ക് തിരഞ്ഞെടുക്കാം, സ്വാതന്ത്ര്യമുണ്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്,
അല്ലെ? ദേശം നമ്മുടെ മുൻപാകെ വിശാലമായിരിക്കുന്നു, അതുകൊണ്ട് നീ തെരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞപ്പോൾ നീരോട്ടമുള്ളതും ഭംഗിയുള്ളതുമായ അതുപോലെ യഹോവയുടെ തോട്ടം പോലെ എന്നാ തോന്നിയത്, അല്ലെ? മനോഹരമായിരുന്നൊരു ദേശമാണ് ലോത്ത് എന്ത് ചെയ്തത്. പക്ഷെ അവിടെയുള്ള ആളുകളെ കുറിച്ച് വായിക്കുന്ന അവ മഹാദുഷ്ടന്മാരും ദൈവത്തിനെതിരായി ജീവിച്ച ആളുകളുമായിരുന്നു. പക്ഷെ ആ നോട്ടം അവൻ എന്ത് ചെയ്തു? എല്ലാം നഷ്ടപ്പെട്ടു. ലോത്തിന്റെ ചരിത്രം നമുക്കറിയാം. ഒന്നും അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെന്ന് പറയാൻ പറ്റുമോ? ഒന്നും നേടാതെ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവജനത്തിൽ പത്രോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞത്, വലഞ്ഞുപോയ നീതിമാനായ ലോത്ത് എന്ന ഒരു പേര് മാത്രമാണ് അവന് ലഭിച്ചത്. ഇനി ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ച്, ദൈവം എന്താണ് അവരോട് പറഞ്ഞത്? ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ പുറകോട്ട് എന്ത് ചെയ്യരുത്, തിരിഞ്ഞു നോക്കരുത്. പക്ഷെ അവരെന്ത് ചെയ്തു? ആ യാത്രയിൽ ലോത്തിന്റെ ഭാര്യ ആ തിരിഞ്ഞു നോക്കി ക്ഷണത്തിൽ അവൾ എന്ത് ചെയ്തു? ഉപ്പുതൂണായി തീർന്നു. ഒന്നും ലോകത്തിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ദൈവത്തിന് ദൈവിക പ്രമാണങ്ങൾക്കെതിരെ നോക്കി ഓടുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിട്ട് ലോത്തിന്റെ ഭാര്യ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്മാരകമായിട്ട് ഇന്നും നിൽക്കുന്നുണ്ട്. അപ്പോൾ നോട്ടം കൊണ്ട് അപകടത്തിലേക്ക് പോയ ആളുകളെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ എബ്രായ ലേഖനത്തിൽ നമ്മോട് പറയുന്ന എന്താണെന്നറിയാമോ? വിശ്വാസത്തിന്റെ നായകനും പിന്നെ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്ത് ചെയ്യണം? നോക്കണം. 3-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്കണം. എന്താ നോക്കേണ്ടതിന്റെ ആവശ്യകത? ഇന്ന് രാത്രി അതിനെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നാം പലതിലും നോക്കുന്നവരാ, അല്ലെ? ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് നോക്കിയാൽ ഇന്ന് എല്ലാവരും നോക്കുന്ന എന്തിലേക്കാണെന്നറിയാമോ? കൂടുതൽ ആളുകളും ഭൗമികമായ കാര്യങ്ങളിലേക്കാ. സമ്പത്തിലേക്ക് നോക്കുന്ന ആളുകളുണ്ട്, സൗന്ദര്യത്തിലേക്ക് നോക്കുന്ന ആളുകളുണ്ട്, സ്ഥാനമാനങ്ങളിലേക്ക് നോക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കാൾ ഉപരിയായി പലതിനെയും സ്നേഹിച്ച്, അല്ലെ, എന്താണോ ദൈവത്തിന്റെ പ്രമാണം, നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന പ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിച്ച് അതിലേക്ക് കണ്ണും നട്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ വിശ്വാസ സമൂഹത്തിലുമുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നൊരു കാര്യം, വളരെ ധനികനായിരുന്നു അബ്രഹാം, അല്ലെ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അദ്ദേഹത്തെ ദൈവം ഊരിൽ നിന്ന് വിളിച്ചു. ആ വിജാതീയമായ സാഹചര്യത്തിൽ നിന്നും ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തെ വിളിച്ച് അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് എന്ത് ചെയ്യാം, പോക എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെട്ട അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക, ആ ദേശം നിനക്കും നിന്റെ സന്തതിക്കും എന്ത് ചെയ്യും, ശാശ്വത അവകാശമായിട്ട് തരും. ദൈവം ഒരു വാഗ്ദത്തം. അബ്രഹാം അതേപടി എന്ത് ചെയ്തു? അനുസരിച്ചു. എന്നാൽ എബ്രായ ലേഖനം എഴുതുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ശ്രദ്ധേയമായ ഒരു പരാമർശം നമ്മെ അതിശയിപ്പിക്കുന്നതാ, അല്ലെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാ. അതെന്താണെന്നറിയാമോ? അബ്രഹാം അന്യദേശത്ത്, സ്വന്തം ദേശത്ത് ഒരന്യദേശത്ത് എന്നതുപോലെ എന്ത് ചെയ്തു? കൂടാരങ്ങളിൽ പാർത്തു. അവിടെ വായിക്കുന്ന ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. തന്റെ മകനോടും കൊച്ചുമകനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന് വളരെ ധൈര്യത്തോടെ പറയാൻ, നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റും. എന്താ പറയാൻ പറ്റുന്നേ? ഇത് ദൈവം എനിക്ക് തന്ന അവകാശഭൂമിയാ. ഈ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സ്വന്തം ദേശത്തെയും വിട്ടു വന്നാൽ, ഞാൻ നിന്നെ കാണിപ്പാൻ ഈ ദേശത്തേക്ക് പോയാൽ ഇത് ഞാൻ നിനക്ക് തരാം, നിന്റെ സന്തതിക്ക് തരാം, ഈ അവകാശമായി തരാം എന്ന് പറഞ്ഞ ദേശത്ത് നിന്നുകൊണ്ട് അബ്രഹാമിന് ധൈര്യമായിട്ട് പറയാം, ഇത് ദൈവം എനിക്ക് തന്ന എന്റെ സ്വന്തം ഭൂമിയാ, എനിക്ക് അവകാശപ്പെട്ടതാ. പക്ഷെ അബ്രഹാം എങ്ങനെയാ ജീവിച്ചേ? സ്വന്തം ദേശത്ത് എങ്ങനെ ജീവിച്ചു? അന്യദേശത്ത് എന്ന പോലെ ജീവിച്ചു. അബ്രഹാമിനൊരു കാര്യം അറിയാമായിരുന്നു, ഞാൻ ഇവിടെ ആരാ? ഒരു പരദേശിയാ, ഞാനിവിടെ ഒരു പ്രവാസിയാ. ഞാൻ എത്ര വെട്ടിപ്പിടിച്ചാലും, ഞാൻ എന്തെല്ലാം നേടിയാലും, ഇത് എന്റെ സ്വന്തം എന്ന് പറഞ്ഞാലും, ഇതൊന്നും എനിക്ക് എന്റെ ജീവിതത്തിൽ നിത്യം അനുഭവിക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം വിട്ടേച്ച് ഞാൻ എന്ത് ചെയ്യണം? ഒരു ദിവസം പോകണം. എന്റെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം ദൈവം എനിക്ക് വേണ്ടി മനോഹരമായ ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് താൻ ചെയ്തൊരു കാര്യത്തെ കുറിച്ച് ദൈവാത്മാവ് എബ്രായ ലേഖനത്തിൽ എഴുതി, ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനങ്ങളുള്ളതുമായ
നഗരത്തിന് വേണ്ടി അബ്രഹാം എന്ത് ചെയ്തു? കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, നാം എന്തിലേക്കാണ് നോക്കുന്നത്? നാം ഏതിലാണ് ആശ വെച്ചിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് ലാക്ക് വെച്ചിരിക്കുന്നത്? എങ്കിൽ എന്തിനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്? ഭൗതികമായതിലാണോ? തിരിച്ചു നാം കർത്താവിലേക്ക്, ദൈവത്തിങ്കിലേക്ക്, ദൈവം ഒരുക്കുന്നതിലേക്ക് നോക്കേണ്ടത് ആവശ്യമുണ്ട്. അതാണ് മനോഹരം, അതാണ് ശ്രേഷ്ഠം, അതാണ് മനോഹരമായിരിക്കും എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവത്തിലൊരു വാക്യമുണ്ട്, നാം കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ എന്ത് ചെയ്തിരിക്കുന്നേ? നോക്കിയിരിക്കുന്നത്. രണ്ടു കാണുന്ന താൽക്കാലികം, കാണാത്തതോ നിത്യം. ദൈവത്തിന് സ്തോത്രം. കാണുന്ന താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നമ്മുടെ ജീവിതം. നാം ഇവിടെ അങ്ങനെയല്ല നാം മുൻപോട്ട് പോകേണ്ടത്. കാണാത്ത ദൈവം ഒരുക്കുന്ന, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവം ഒരുക്കുന്ന മനോഹരമായിരിക്കുന്ന, അതിശ്രേഷ്ഠമായിരിക്കുന്ന ആ കാര്യത്തിന് വേണ്ടിയായിരിക്കണം നാം എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്, നോക്കി പാർക്കേണ്ടത്. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനം എഴുതുമ്പോൾ എബ്രായ വിശ്വാസികൾ ബാഹ്യമായി കാണുന്നതിലേക്കൊക്കെ നോക്കി. അവര് പറഞ്ഞു ഇതാണ് ശ്രേഷ്ഠം, അല്ലെ? അവര് പറഞ്ഞു ദേവാലയം ശ്രേഷ്ഠമാണ്. ദേവാലയം ശ്രേഷ്ഠമല്ലെന്നല്ല, പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരുവൻ, അവൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു. അവർ പറഞ്ഞു മോശ ശ്രേഷ്ഠനാണ്. ശരിയാ, മോശ ശ്രേഷ്ഠനാ. പക്ഷെ മോശയേക്കാൾ വലിയവൻ, ശ്രേഷ്ഠനായവൻ യോശുവ ശ്രേഷ്ഠനാ. ശരിയാ, യോശുവ ശ്രേഷ്ഠനല്ലെന്നല്ല, പക്ഷെ യോശുവയേക്കാൾ ശ്രേഷ്ഠനായ ഒരുവൻ. എത്ര വിശേഷതയേറിയ കാര്യങ്ങളെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നത്. അവനെ കുറിച്ച് പറയാണ്. അതുകൊണ്ട് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ സംസാരിച്ചപ്പോൾ ഈ ഭൗതികമായ കാര്യമുള്ള മനുഷ്യന്റെ ആശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നിരന്തരമായി തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിലൊരു മുൻ മുഖ്യമന്ത്രി, ഒരു സ്ത്രീ, അല്ലെ? അവരുടെ 20 ഏക്കറിലൊരു കൊട്ടാരത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിന്റെ പടിക്കൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ആ കൊട്ടാരത്തിന്റെ പടിക്കൽ കൂടെ പോകാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ, അധികാരത്തിലിരുന്നപ്പോൾ അങ്ങനെ സാധാരണക്കാർക്കൊന്നും യാത്ര ചെയ്യാനായിട്ട് കഴിയില്ല. അത്രമാത്രം സെക്യൂരിറ്റി ആയിരുന്നു, അല്ലെ? അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമുക്കറിയാം, ചില കാര്യങ്ങളൊക്കെ വന്നു. അവർ ഉപയോഗിച്ച ചെരുപ്പുകളുടെ എണ്ണം, സാരികളുടെ എണ്ണം, വാഹനങ്ങളുടെ എണ്ണമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തവണ്ണം അത്ര വലുതാണ്. എന്നിട്ട് പറയാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ആരും ശ്രദ്ധിക്കാത്ത, കാട് പിടിച്ച് ആരുമില്ലാതെ അനാഥമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം. എന്തെല്ലാം നേടി, ഏതെല്ലാം നിലയിൽ സമ്പാദിച്ചു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നേടുന്നതും ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ആശ വെച്ച് ഓടിയാലും അതെല്ലാം എന്ത് ചെയ്യും? ഇവിടെ ഇട്ടിട്ട് പോകേണ്ടി വരും. ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ നോട്ടവും ശ്രദ്ധയും നമ്മുടെ ആഗ്രഹവും നമ്മുടെ താല്പര്യവും എന്തായിരിക്കണം? കർത്താവിനെ കുറിച്ചായിരിക്കണം. അതുകൊണ്ട് ഇവിടെ പറയാണ്, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. കേവലം ഒരു നോട്ടമല്ല, ശ്രദ്ധിച്ചു നോക്കണം. എന്തിനാ ശ്രദ്ധിച്ചു നോക്കേണ്ടത്? അവൻ ശ്രേഷ്ഠനാണെന്നേ നമ്മൾ പാടാറുണ്ട്. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യനില്ല. അവൻ ശ്രേഷ്ഠനാണ്. അവന്റെ ശ്രേഷ്ഠതയ്ക്ക് തുല്യം പറയാൻ ആരുമില്ല. ഇന്നയോളം ലോകത്തിൽ അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല. എത്രയോ ശ്രേഷ്ഠനായിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്താണെന്നറിയാമോ? അവനെ നോക്കുവാൻ പറയാൻ ഇടയായി തീർന്ന ഒന്നാമത്തെ കാരണം, രക്ഷയ്ക്കുള്ള ഏക മാർഗം അവൻ മാത്രമാണ്. ഞാൻ ചിന്തിക്കുന്ന രാത്രി ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ് ചിന്തിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ രക്ഷാനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പറയട്ടെ, രക്ഷയ്ക്കുള്ള, പാപമോചനത്തിനുള്ള ഏക മാർഗം ആരാ? യേശുക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ശക്തമായ ഒരു സന്ദേശം പറഞ്ഞു. എന്നറിയാമോ വാക്യം? മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. രക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല. പാപമോചനത്തിന് വേറൊരു മാർഗമില്ല. നമുക്കറിയാം, ഇന്ന് ലോകത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മനുഷ്യൻ എന്തെല്ലാം മാർഗങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാപത്തിൽ വീണ അന്ന് മുതൽ മനുഷ്യൻ എന്ത് ചെയ്തു? യാഗങ്ങൾ, കൂദാശകൾ, കർമ്മങ്ങൾ, നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ, നോമ്പുകൾ,
ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താ? ലക്ഷ്യം എന്താ? മനുഷ്യൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഏതെങ്കിലും വിധത്തിൽ ഈ പാപപരിഹാരം എന്ത് ചെയ്യണം? നേടണം. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ പാപപരിഹാരം കിട്ടുമെന്നാ. പക്ഷെ ദൈവജനം എന്താ പറയുന്നത്? മനുഷ്യന്റെ കർമ്മമാർഗങ്ങൾ കൊണ്ട് പാപത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? പരിഹാരം നേടാൻ കഴിയുകയില്ല. പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മനുഷ്യന്റെ ഒരു പ്രയത്നവും, അല്ലെ, അതുകൊണ്ട് വായിക്കുന്നത്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും എന്ത് ചെയ്യുന്നില്ല? നീതീകരിക്കപ്പെടുന്നില്ല. ഇത് വളരെ വാസ്തവമായ കാര്യമാണ്. കാലങ്ങളായി മനുഷ്യൻ പാപപരിഹാരത്തിന് വേണ്ടി ആഗ്രഹിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയവികുലരായി പാപമോചനം ഒരു മരീചികയായി അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു കാര്യമായിരിക്കുമ്പോഴാണ് 2025 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് ലോകത്തിലേക്ക് എന്ത് ചെയ്തത്? മനുഷ്യനായി വന്നത്. അന്ന് വെളിമ്പ്രദേശത്ത് ആടിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ആട്ടിടയന്മാരോട് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? സുവിശേഷിക്കുന്നു. ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ലോകം ഇന്നും അത് ആഘോഷിക്കുക, പക്ഷെ അതിന്റെ അർത്ഥം, പൊരുള് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയട്ടെ, അതിന്റെ അർത്ഥവും അതിന്റെ ആഴവും മനസ്സിലാക്കി വാസ്തവത്തിൽ അവനാണ് രക്ഷിതാവ്, അവനാണ് കർത്താവ്, അവനാണ് പാപവിമോചകൻ എന്ന് അവന്റെ ക്രൂശിലെ മരണം കൊണ്ടല്ലാതെ പാപിക്ക് പരിഹാരമില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കി യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ, പാപമോചനം നേടാൻ കഴിഞ്ഞവരാണ് നാം. അതുകൊണ്ട് കർത്താവിന് ഇന്ന് രാത്രി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന് സ്തോത്രം, അല്ലേ? നാം ഉറക്കെ പറയണം. ഇന്ന് രാവിലെയും ദൈവത്തെ ആരാധിച്ചപ്പോൾ നാം അതല്ലേ ഓർത്തത്? ആ ക്രൂശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച് തന്റെ ജീവനെ മറുവിലയായി തന്ന് പാപം അറിയാത്ത, പാപം ചെയ്യാത്ത പരിശുദ്ധനായവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒരു പാപിയെ പോലെ ക്രൂശിൽ മരിക്കുവാനിടയായി തീർന്നു. അവന്റെ പാപപരിഹാര ബലിയിലൂടെയാണ് ഏതൊരു പാപിക്കും പാപമോചനം എന്ത് ചെയ്യുന്നത്? ലഭ്യമായിരിക്കുന്നത്. സമയത്തിന് കുറവ് മൂലം ഞാൻ മുൻപോട്ട് പോകട്ടെ. അതുകൊണ്ട് രക്ഷയ്ക്കുള്ള ഏകമാർഗം യേശു മാത്രമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ മനുഷ്യരും യേശുവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. അവനെ നോക്കിയാലേ രക്ഷ പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. നാം തിരുവനന്തപുരത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു കാര്യം കാണാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാണ്, അല്ലെ? അത് അവിടെ നമുക്കറിയാം, ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവം അഗ്നി സർപ്പങ്ങളെ എന്ത് ചെയ്തു? അയച്ചു. ജനത്തിന്റെ പാപ നിമിത്തമാ ആ സർപ്പം അവരെ ആ മരുഭൂമിയിൽ വന്നതും അവരെ കടിച്ചതും. കടിയേറ്റവർ എന്ത് ചെയ്യും? കടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. രക്ഷയ്ക്ക് മാർഗമില്ല. ജനം നിലവിളിച്ചു, മോശ നിലവിളിച്ചു, ദൈവം ഒരു മാർഗം ഒരുക്കി കൊടുത്തു. ആ സമൂഹത്തിന്റെ മധ്യേ, അല്ലെങ്കിൽ അവരുടെ ആ ജനത്തിന്റെ മധ്യേ എന്ത് ചെയ്യണം? ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തണം. ഈ സർപ്പത്തിന്റെ കടിയേറ്റ് ആരെങ്കിലും അതിലേക്ക് നോക്കിയാൽ, കടിയേറ്റവർ നോക്കിയാൽ അവരെന്ത് ചെയ്യും? അവർക്ക് ജീവൻ ലഭിക്കും. ഇതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുക? രക്ഷയ്ക്ക് വേണ്ടി പിശാചിന്റെ കടിയേറ്റ് പാപത്തിൽ വീണുപോയ, പാപത്തിന്റെ പരിണത ഫലമായിരിക്കുന്ന മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ രക്ഷിക്കുവാൻ ഒരുക്കപ്പെട്ട ഒരു ഉയർത്തപ്പെട്ട മാർഗമാണ്, ഒരേ ഒരു മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് അവനിൽ നോക്കി പാപമോചനം ലഭിച്ചവരാണ് നാം. ഞാൻ ഈ വാക്യമൊക്കെ ചിന്തിക്കുമ്പം ഒരു കാര്യം ഓർക്കാറുണ്ട്. ആ നരകശിക്ഷയെ കുറിച്ച് പറയുന്നതിനുള്ള ബന്ധത്തിൽ പറയുന്ന ഒരു വാക്യം തിരുവെഴുത്തിലുണ്ട്. അവർ ഒരു നാളും എന്ത് ചെയ്യില്ല? ആ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നാളും വെളിച്ചം കാണില്ല, അല്ലെ? എന്ന് വെച്ചാൽ എന്താ അതിനർത്ഥം? നമുക്കറിയാം, ഒരു നിമിഷം ഇരുട്ടാണെങ്കിൽ, ഒരു പെട്ടെന്നൊന്ന് കരണ്ട് പോയാൽ, എപ്പോഴും വെളിച്ചത്തിലിരിക്കും നമുക്കൊന്ന് വിളക്ക് കെട്ടാൽ അല്ലെങ്കിൽ കരണ്ട് ഒന്ന് പോയാൽ എത്ര ബുദ്ധിമുട്ടാ. ഈ നരകശിക്ഷയിലേക്ക് പോകുന്നവരെ കുറിച്ച് പറയുന്നതെന്നറിയാമോ? അവർ ഒരു നാളും എന്ത് ചെയ്യില്ല? അവർക്ക് പുറത്തേക്ക് വരുവാൻ, ഈ വെളിച്ചം കാണുവാൻ, വെളിച്ചം അനുഭവിക്കാൻ കഴിയാത്ത വണ്ണം നിത്യം ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ, ഈ ആ കൂരാക്കൂരിട്ട് കരച്ചിലുക പല്ലുകടിയുമുള്ള സ്ഥലത്ത് നിത്യകാലം അവരെന്ത് ചെയ്യണം? വെന്ത് കഴിയേണ്ടവരാണ്, വേദന അനുഭവിക്കേണ്ടവരാണ്. ഇങ്ങനെയുള്ള ഒരു നരകശിക്ഷയിൽ നിന്നാണ്
നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തത്? രക്ഷ ഒരുക്കിയത്. ആ ഒരുക്കപ്പെട്ട രക്ഷാമാർഗം എന്ന് പറയുന്നത് ഒരേ ഒരു മാർഗമാണ്. അതുകൊണ്ട് ഏതൊരു പാപിക്കും പാപമോചനത്തിന് വേണ്ടി എന്ത് ചെയ്യണം? യേശുവിന്റെ അടുക്കൽ വരണം, അവനിലേക്ക് നോക്കണം. അപ്പോൾ ഏക രക്ഷാമാർഗമാണ് കർത്താവ്. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യണം? നാം ശ്രദ്ധിച്ചു നോക്കണം. യേശു തന്നെ പറഞ്ഞില്ലേ യോഹന്നാൻ 10:14-6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും. ആ വാക്കൊക്കെ എത്രയോ അർത്ഥവത്താ. ഞാൻ എന്നിലൂടെ അല്ലാതെ, ഞാൻ മുഖാന്തരമല്ലാതെ. അതിന്റെ അർത്ഥം എന്താ? രക്ഷയ്ക്ക് വേറൊരു മാർഗം, പിതാവിന്റെ അടുക്കലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ വേറൊരു മാർഗമില്ലെന്നാ. സ്വയ പ്രയത്നങ്ങൾ കൊണ്ട് കഴിയില്ല, മറ്റൊരാളുടെ സഹായം കൊണ്ട് കഴിയുകയില്ല, നമ്മുടെ കാഴ്ചകൾ നേർച്ചകൾ അതുകൊണ്ട് കഴിയുകയില്ല. യെശയ്യാ പ്രവാചകൻ പറയുന്ന മനുഷ്യന്റെ നീതി പ്രവൃത്തികളൊക്കെ ദൈവത്തിന്റെ മുൻപാകെ കറപുരണ്ട തുണി പോലെയാണ്. ഒരു ജഡവും മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് നീതീകരണം പ്രാപിക്കാൻ കഴിയുകയില്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്, അവന്റെ പാപപരിഹാര ബലിയിലൂടെയാണ് പാപിക്ക് പാപമോചനം ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സമ്പൂർണത വരുത്തിയ ഏക മഹാപുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ ഇബ്രാഹിം ലേഖനം പഠിച്ചാൽ നമുക്കറിയാം, ഞാൻ ഓർപ്പിച്ചതുപോലെ ലേവ്യ പൗരോഹിത്യത്തിന്റെ അതിന്റെ പരിമിതികളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്രയോ പരിമിതികളാ അല്ലെ? പുരോഹിതന് പോലും, മഹാപുരോഹിതന് പോലും എന്നും ചെല്ലാൻ പറ്റുമോ? ആണ്ടിലൊരിക്കൽ. അതും എന്ത് ചെയ്യണം? തന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തി, പിന്നെ ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി രക്തവുമായിട്ട് അവിടെ കടന്നു ചെല്ലാനായിട്ട് കഴിയുകയുള്ളൂ. മാത്രമല്ല, പുരോഹിതൻ എന്നും പുരോഹിതനല്ല. പുരോഹിതൻ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. എന്നാൽ ഇവിടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, ലേവ്യ പൗരോഹിത്യം പരിമിതികളും അത് കുറവുകളും അതിൻ്റെതായിരിക്കുന്ന നിലയിൽ പരാജയവുമായിരുന്ന സമയത്ത്, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക, ഇവിടെ ഇതാ എന്നേക്കുമായി ഒരു പുരോഹിതനായി സമ്പൂർണ്ണത വരുത്തിയ ഏക മഹാപുരോഹിതനാണ് കർത്താവായ യേശു. ഇന്നും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇന്ന് എന്താ ചെയ്യുന്നത് ഈ മഹാപുരോഹിതൻ? നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുക. ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടി വസിക്കുന്ന ഈ പുരോഹിതൻ. ഈ പുരോഹിതന്റെ ശ്രേഷ്ഠത എബ്രായ ലേഖനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് ഒറ്റ വാക്കിൽ ഒന്ന് ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുക. ഏകദേശം 16 പ്രാവശ്യം ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, അവൻ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പിന്നെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മാറാത്ത പൗരോഹിത്യമുള്ളവൻ. 25-ാമത്തെ വാക്യത്തിൽ 7:25 വായിക്കുന്നത് സദാ ജീവിക്കുന്നവൻ. 26-ലേക്ക് വരുമ്പോൾ അക്കമിട്ട് എണ്ണി പറയുകയാണ്, അവൻ പവിത്രൻ, പിന്നെ നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അത് മാത്രമല്ല, 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദിനം പ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവൻ, സ്വന്തം രക്തത്താൽ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടവൻ. 9-25 വരുമ്പോൾ തന്നെത്താൻ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ലാത്തത്. നമുക്ക് പൂർണ്ണതയുള്ള ഒരു പുരോഹിതനെ അല്ലെങ്കിൽ മഹാപുരോഹിതനെ കാണണമെങ്കിൽ ആരിലേക്ക് നോക്കണം? നാം ശ്രദ്ധിച്ചു നോക്കണം, യേശുവിലേക്ക് നോക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് രാത്രിയിൽ അവനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവന് തുലനം ചെയ്യുവാൻ ഒരു പുരോഹിതൻ ലോകത്തിൽ ഇന്നയോളം ഉണ്ടായിട്ടില്ല, ഇനിയും എന്ത് ചെയ്യില്ല? ഉണ്ടാകുകയുമില്ല. അവന് തുല്യം അവൻ മാത്രം. അവനെ പോലെ നിസ്തുല്യൻ, അവനെ പോലെ ആരാധ്യൻ, അവനെ പോലെ ശ്രേഷ്ഠൻ, നമ്മുടെ വായിച്ചതുപോലെ പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഞാനോട് പറയട്ടെ, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി എന്നേക്കുമായി പരിഹാരമൊരുക്കി പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവൻ? പക്ഷപാതം ചെയ്യുന്നവൻ. നമ്മൾ എല്ലാ ദിവസവും ഓർക്കേണ്ട ഒരു കാര്യവും കൂടെയാണ്. എന്താണെന്നറിയാമോ? നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പരിമിതികളും കുറവുകളും പാപങ്ങളും ഒക്കെ വരുന്നവരാണ് അല്ലെ? എന്തുകൊണ്ടാണ് ഇന്നും ദൈവം നമ്മെ തള്ളിക്കളയാതെ ആ ദൈവത്തിന്റെ മാറോട് അണച്ച് നമ്മെ ഇന്നും സൂക്ഷിക്കുന്നതിന് കാര്യം എന്താ? ഈ ശ്രേഷ്ഠ പുരോഹിതൻ നമുക്ക് വേണ്ടി
ഈ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷപാതം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അല്ലേ ജീവിതത്തിൽ എത്രയോ കുറവുകൾ വരാറുണ്ട്. ദൈവത്തിന് ഹിതമല്ലാത്ത ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ജീവിതത്തിൽ വരുമ്പോൾ, ദൈവാത്മാവ് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ദൈവജനത്താൽ അത് ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതനായി ഇന്നും അവൻ എന്ത് ചെയ്യുക? അവൻ വാഴുകയാ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാ. അതുകൊണ്ട് നാം എന്നും നോക്കേണ്ടത്, എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആരെയാണെന്നറിയാമോ? നമുക്ക് വേണ്ടി ജീവൻ തന്ന ഏകരക്ഷകനായ കർത്താവിനെ മാത്രമല്ല, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനെ നിമിഷവും അനുദിവസവും എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കാനായിട്ട് ആവശ്യമുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുവിനെ എന്തിനാ ശ്രദ്ധിച്ചു നോക്കേണ്ടത്? ഇതിലല്പം വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം. ഒന്ന്, അവൻ ഏകരക്ഷകനാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ, സമ്പൂർണത വരുത്തിയ ഏക ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് യേശു. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മാതൃക ആക്കുവാൻ ഒരു മാതൃകാ പുരുഷനായി നിൽക്കുന്നവനാണ് ആര്? ദൈവജനത്തിന്റെ മാതൃക ആരാ? നമ്മൾ പലപ്പോഴും പൗലോസ് അപ്പോസ്തലനൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലൻ പറഞ്ഞിട്ട് എന്നെ എന്ത് ചെയ്യണം? മാതൃകയാക്കണം. നമുക്ക് അങ്ങനെയുള്ള ദൈവദാസന്മാരെ മാതൃകയാകണം, മാതൃകയാക്കാം. നമ്മൾ മാതൃകയായി ജീവിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയാകണം. അതൊക്കെ വാസ്തവമാണെങ്കിലും ഒരു കുറവുമില്ലാത്ത, എല്ലാം തികഞ്ഞിരിക്കുന്ന, നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാകുന്ന ഒരുവനെ ലോകത്തിൽ ഉള്ളൂ. അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, എബ്രായ ലേഖനം എഴുതുമ്പോൾ ദൈവാത്മാവ് 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ എഴുതി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഇത് ആരോടാ പറഞ്ഞത്? ഇത് ദൈവജനത്തോട് പറയുക. ആ വേദഭാഗം ഒന്ന് താഴോട്ട് വായിച്ചാൽ, ഓരോ വാക്യങ്ങൾ പരിശോധിച്ചാൽ, പരിശോധനകൾ വരുമ്പോൾ, ഹൃദയം ക്ഷീണിക്കുമ്പോൾ, മടുത്തു പോകുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ എന്ത് ചെയ്യണം? ധ്യാനിക്കണം. നമുക്ക് മടുപ്പ് വരാറുണ്ടോ? പലപ്പോഴും നമ്മൾ കുറെയൊക്കെ വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ചിലപ്പോൾ ഒറ്റപ്പെട്ടിട്ട് വരുമ്പോൾ, നമ്മളെ കുറിച്ച് ആക്ഷേപം പറയുമ്പോൾ, ജീവിതത്തിൽ നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറയുമ്പോൾ, നമുക്കെതിരെ ആളുകൾ തിരിയുമ്പോൾ, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ എതിർപ്പുകൾ വരുമ്പോൾ, ഒരുപക്ഷെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യാം? ഹൃദയം ക്ഷീണിക്കാം, മടുപ്പ് വരാം, അല്ലെ? അങ്ങനെ മടുപ്പ് വരുമ്പോൾ നമുക്ക് നോക്കാൻ ആരുണ്ട്? നമുക്ക് മാതൃകയായി ഒരുവനുണ്ട്. പാപികളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ധ്യാനിക്കണം, അവനെ നോക്കണം. അവനെ നോക്കുമ്പോഴോ എന്താ സംഭവിക്കുന്നേ? നമ്മുടെ മടുപ്പ് മാറും. അവൻ അനുഭവിച്ച പങ്കുകളും അവൻ അനുഭവിച്ചതായ കഷ്ടങ്ങളും അവൻ ഒന്നും നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പറയുന്നത്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന ആടിനെ പോലെ എന്ത് ചെയ്തു? വായി തുറക്കാതിരുന്നു. ഞാൻ ചോദിക്കട്ടെ, കർത്താവിന് ന്യായം പറയാനില്ലാഞ്ഞിട്ടാണോ? കർത്താവ് ഒരിക്കൽ ഒരു പ്രാവശ്യവും നീ എന്നെ അടിക്കുന്നത് എന്ത്? പിന്നീട് കർത്താവ് വാ തുറന്നില്ല. കർത്താവ് വാ തുറക്കാതെ മൗനമായി എന്ത് ചെയ്തു? നിന്നു. ഒരു ഉത്തരവും പറഞ്ഞില്ല, മിണ്ടാതെ നിന്നു. ആ കഷ്ടങ്ങൾ മുഴുവനും കർത്താവ് എന്ത് ചെയ്തു? ഏറ്റു. ഗെത്സമനിയിലെ പ്രാർത്ഥന നാം ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എന്റെ കർത്താവ് പ്രാർത്ഥിച്ചു, എങ്കിലും എന്റെ ഇഷ്ടമല്ല കർത്താവേ, പിതാവേ, അങ്ങയുടെ ഇഷ്ടം പോലെ. അങ്ങനെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച കർത്താവിന്റെ ജീവിതത്തിൽ ആ കഷ്ടങ്ങളെ മുഴുവനും നിശബ്ദമായി കർത്താവ് എന്ത് ചെയ്തു? സഹിച്ചു. അവനൊരു വാക്കും അവൻ മിണ്ടിയില്ല. നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങനെ അവൻ ഒരു വാക്കും മിണ്ടാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനെയുള്ള ഒരുവനാണ് നമ്മുടെ മാതൃക. പലപ്പോഴും നമ്മൾ മനുഷ്യൻ, ഞാൻ ഉൾപ്പെടെ പറഞ്ഞ്, പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. നമ്മൾ ചിലപ്പം ചിലർ പറയുന്നത് ആത്മരോഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല, നമ്മുടെ ഭാഗത്ത് ന്യായമുള്ളപ്പോൾ ഒരുപക്ഷെ നമുക്കെതിരെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ പ്രതികരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ ബലഹീനത പ്രതികരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പ്രതികരിക്കാൻ അവകാശവും അനുവാദവും അതിനുള്ള എല്ലാ പ്രാഗൽഭ്യവും ഉണ്ടായിരുന്നവൻ ന്യായമായി വിധിക്കുന്നതെങ്കിൽ കാര്യം ഭരമേൽപ്പിച്ച് അവൻ എന്ത് ചെയ്തു? അവൻ മൗനമായിരുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃകയാ. അതുകൊണ്ട് കഷ്ടാനുഭവങ്ങളോട് ബന്ധത്തിൽ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന 1 പത്രോസ് ലേഖനം 2:21 പറയുന്നുണ്ട്, അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവനൊരു മാതൃക എന്ത് ചെയ്തിരിക്കുക? വെച്ചേച്ചു പോയിരിക്കുക. അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരും. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ പ്രിയപ്പെട്ടവരെ, നാം എന്തിനാ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കേണ്ടത്? യേശുവിനെ നോക്കേണ്ടത് നാം അവനെ പോലെ ആകാനാ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? ഒരു വിശ്വാസിയായി ജീവിച്ച് കർത്താവിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ മരിച്ച് നല്ലൊരു അടക്കം കിട്ടി പോകാനാണോ? അല്ലെ സ്വർഗം ലഭിക്കുമെന്നുള്ള ആഗ്രഹമാണോ? കേവലം അങ്ങനെ ഒരു ആഗ്രഹം മാത്രമല്ല നമുക്കുണ്ടാകണം. അതൊക്കെ ആഗ്രഹം നല്ലതാ. നല്ല മരണം ലഭിക്കണം, കർത്താവിന് വേണ്ടി ജീവിക്കണം, പ്രവർത്തിക്കണം, അതൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം, അങ്ങനെ ജീവിക്കണം. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താ? സ്വർഗത്തിൽ പോകണം, നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മൾ യേശുക്രിസ്തുവിനെ പോലെയായി സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യണം? പോകണം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് എടുത്താൽ ഒന്ന് വായിച്ചോ, അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. എന്താ വാക്കിന് അർത്ഥം? നമ്മൾ അതിന്റെ 28-ാം വാക്യം പലപ്പോഴും നമ്മൾ വായിക്കുന്ന എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്യമാണ്, അല്ലെ? ഒരു സഹോദരനോ സഹോദരിക്കോ ശാരീരികമായ ക്ഷീണമോ രോഗം ഉണ്ടായാൽ നമ്മൾ എന്ത് പറയും? സഹോദര ഭയപ്പെടണ്ട, സഹോദരി പേടിക്കണ്ട, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും എന്ത് ചെയ്തിരിക്കുക. അതുകൊണ്ട് അതാർത്ഥത്തിൽ പറയും തെറ്റൊന്നുമല്ല. പക്ഷെ ആത്യന്തികമായി ദൈവം എന്തിനാ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന അറിയാമോ? കേവലം നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങളിലോ കടഭാരങ്ങളിലോ നമ്മുടെ ഭൗതികമായ പ്രതിസന്ധികളിലോ നമുക്ക് ആശ്വാസം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല കർത്താവ് അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത്. പിന്നെ എന്തിനാ? വാസ്തവത്തിൽ നമ്മെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് എന്ത് ചെയ്യാനായിട്ടാ? അനുരൂപരാക്കി തീർക്കുക എന്ന ദൈവത്തിന്റെ വലിയ പദ്ധതിയിലേക്ക് നമ്മെ ഒരുക്കുന്നതിനാണ് സകലവും നമ്മിൽ എന്ത് ചെയ്യുന്നത്? കൂടി വ്യാപരിപ്പിക്കുന്നത്. അതുകൊണ്ട് രോഗം വരുമ്പോൾ ഓർത്തോണം, പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തോണം, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഓർത്തോണം, ഞാൻ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപനാകാനാണ് കർത്താവ് എന്നെ ഈ വിധത്തിൽ എന്ത് ചെയ്യുന്നത്? കടത്തിവിടുന്നത്. അവിടെ വായിക്കുമ്പോൾ അവൻ വിളിച്ചവരെ, ആ വാക്യം ഒന്ന് വായിച്ചേ, അവൻ മുന്നറിഞ്ഞവരെ, മുൻനിയമിച്ചവരെ എത്രയോ വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്ത്. കേവലം ഒരു വിശ്വാസിയായി ഒരു പൊത്തുരുത്ത ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ വന്നുകൂടി പോകുന്ന ഒരു നിലയിൽ ജീവിച്ച് മരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. പിന്നെ എന്തിനാണെന്നറിയാമോ? വാസ്തവത്തിൽ നമ്മളെല്ലാവരും യേശുക്രിസ്തുവിനെ പോലെ എന്ത് ചെയ്യണം? ആകണം. നമ്മൾ പലപ്പോഴും ആരാധന ചിന്തയിൽ ഓർക്കുന്ന ഒരു വേദഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എന്താ? ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. കേവലം ഒരു ആരാധനയിൽ വന്നു, ഒരു ചിന്ത പറഞ്ഞു, ഒരുപക്ഷെ ആ യേശു കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിച്ച് അപ്പം നുറുക്കി ആരാധിച്ച് കടന്നുപോയി അങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ക്രിസ്തുയേശുവിന്റെ സ്വഭാവത്തോട് നമ്മെ അനുരൂപരാകുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം, പദ്ധതി. ഇതിൽ കുറഞ്ഞൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അല്ലെ? ഇതിൽ കുറഞ്ഞൊന്നും ചിന്തിക്കരുത്. ഇതിന്റെ ആത്യന്തികമായി പൂർത്തീകരണം എവിടെയാ സംഭവിക്കുന്നത്?
നിത്യതയിലാണ്, കർത്താവിന്റെ വരവിലാണ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, നാം അങ്ങനെ തന്നെ ആകുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? നാം ഇതുവരെ നാം ആയിട്ടില്ല, അല്ലെ? മക്കളായിട്ടില്ലെന്നല്ല, അവന്റെ തേജസ് നാം ഇതുവരെ പ്രാപിച്ചിട്ടില്ല. എന്നാൽ അവനെ നാം കാണുമ്പോൾ, ആ വാക്യം ഒന്ന് വായിച്ച്, 1 യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ ഓക്കെ, അറിയുന്നില്ല. നാം ഇന്നതാകുമെന്ന് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പ്രത്യക്ഷമായിട്ടില്ല. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചോണേ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട്, കണ്ടോ? അപ്പൊ എവിടെയാ പൂർത്തീകരണം? കർത്താവിനെ കാണുമ്പോൾ, അവന്റെ വരവിൽ നമ്മുടെ ഈ മൺമയമായ ശരീരമൊക്കെ മാറി വിൺമയമായ ഒരു ശരീരം പ്രാപിച്ച് തേജസ്കരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നാം കർത്താവിനോടുകൂടെ എടുക്കപ്പെടുമ്പോൾ നമ്മൾ എങ്ങനെയാ കാണുന്നേ? അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ തന്നെ നമ്മളെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവനോട് സദൃശ്യന്മാരായിട്ട് നമ്മെ കാണും. അവനോട് സദൃശ്യന്മാരായി നമ്മെ കാണണമെങ്കിൽ ഇനിയുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ ദിവസത്തെ ക്രിസ്തീയ ജീവിതത്തിലും ഈ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി അവനിലുള്ള സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പകർത്തണം. ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടിട്ട് 30, 40, 50 വർഷം, ചിലപ്പോൾ 10 വർഷമാകാം, 5 വർഷമാകാം, ചിലപ്പോൾ 1 വർഷമാകാം. പക്ഷെ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹവും നമ്മുടെ ജീവിതത്തിന്റെ അഭിലാഷം എന്തായിരിക്കണം എന്നറിയാമോ? യേശുവിന്റെ ഈ സ്വഭാവത്തോട് നാം ഓരോ ദിവസവും അനുരൂപമായി ഒടുവിൽ തേജസ്സിൽ അവനെ നാം കാണുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ തന്നെ നമ്മളും എന്ത് ചെയ്യാനായിട്ട്? ഇരിക്കാനായിട്ട്. വാസ്തവത്തിൽ ഒരു ദൈവദാസൻ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞത്, അത് എത്രമാത്രം നമുക്ക് അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിത്യതയിൽ ഞാൻ അവനെ കാണുമ്പോൾ, വിശുദ്ധന്മാരുമായി കാണുമ്പോൾ, ഞാൻ അവിടെ കാണുമ്പോൾ, അവനോടുകൂടെ ചെല്ലുമ്പോൾ അവനെ ഞാൻ തിരിച്ചറിയുന്ന അവന്റെ കയ്യിലെയും കാലിലെയും ആണിപ്പാടായിരിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു ആശയം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഈ വിശുദ്ധന്മാരെയും യേശുവിനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം യേശുവിനോട് എന്തായിരിക്കും? ആശയം മനസ്സിലായില്ലേ? നമ്മളെ അങ്ങനെ ഇബ്രാഹിം ലേഖനത്തിൽ വായിക്കുന്നത് നാം സഹോദരന്മാരാണെന്ന് വായിക്കുന്നത്. അവൻ ജ്യേഷ്ഠനാണ്, പിന്നെ നമ്മൾ ആരാ? യേശു നമ്മുടെ മൂത്ത സഹോദരനും നാം യേശുവിന്റെ, വായിച്ചിട്ടില്ലേ? സഹോദരന്മാരാണ്. ഒരപ്പന് പിറന്ന മക്കൾ എന്ന നിലയിൽ, അല്ലെ ഒരപ്പന്റെ മക്കൾ എന്ന നിലയിൽ ഒരുപോലെ ഇരിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച് ഒരു ദൈവദാസൻ അങ്ങനെ പറയാനായിട്ട് ഇടയായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനോട് അനുരൂപരായിട്ടാണോ ജീവിക്കുന്നത്? ആ കർത്താവിലേക്ക് നോക്കുമ്പോൾ ഞാൻ പറയട്ടെ, അവനാണ് നമ്മുടെ മാതൃക. അവനെ ശ്രദ്ധിച്ചു നോക്കാൻ ആവശ്യമുണ്ട്. അവനെ നോക്കി അവനിലുള്ള ഗുണങ്ങൾ, സ്വഭാവ വൈശിഷ്ട്യങ്ങൾ നമ്മിലേക്ക് എന്ത് ചെയ്യണം? നമ്മിലേക്ക് ഉണ്ടാകണം. അല്ല, ഞാനൊരു കാര്യം പറയാം, അല്ല നമ്മുടെ ക്രിസ്ത്യ ജീവിതം വെറുതെയാ. ഒരായുസ് ഇവിടെ ജീവിച്ച്, സാധാരണയായി ഞാൻ പറയാറുണ്ട്, എങ്ങനെയും ജീവിക്കുന്ന വ്യക്തികൾക്കും ഒടുവിൽ മരണത്തിന്റെ ദിവസം വരുമ്പോൾ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അല്ലേ? ഞാൻ പറയട്ടെ, അതൊക്കെ മാറണം. നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടൊന്നും അദ്ദേഹത്തിനും ഗുണമില്ല, കേൾക്കുന്നവർക്കും ഗുണമില്ല. ദൈവനാമം ദുഷിക്കപ്പെടുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. ദേശത്ത് സാക്ഷ്യമില്ലാതെ ദൈവവചനത്തിനെതിരായി കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്താതെ ജീവിച്ചൊരു വ്യക്തി മരിക്കുമ്പോൾ അവനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നാം ആ ലോകത്തിന് മുമ്പിൽ, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ മണ്ടന്മാരാകുക. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയാൻ ഇടവരരുത്. ഈ കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് ചാണ്ടപ്പിള്ള അച്ചായൻ പറഞ്ഞൊരു പ്രസ്താവന, ഒരു മരണത്തോട് ബന്ധപ്പെട്ട ഒരു ദൈവദാസന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
അദ്ദേഹം അങ്ങനെ ജീവിച്ചൊരു ദൈവഭക്തനാണ്. അതുകൊണ്ടാ ആ അച്ഛൻ ആ ദൈവദാസന്റെ ഡെഡ് ബോഡിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ആ സമൂഹത്തോട് അന്ന് സംസാരിച്ചത്. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു? യേശുവിനെ മാതൃകയാക്കി യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി ജീവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് അങ്ങനെ തീരുമാനം, കർത്താവേ അങ്ങയോട് അനുരൂപമായി ജീവിക്കാൻ എന്നെ സഹായിക്കും. അതിന് നമുക്ക് സാധിക്കും. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടൊന്നും കഴിയില്ല. അതിനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മിൽ കാര്യസ്ഥനായിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സത്യത്തിന്റെ വഴിയിലാണ് നടത്തുന്നത്. പലപ്പോഴും ആ ശബ്ദത്തെ നാം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കർത്താവിന് അനുരൂപമായി ജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യാത്തത്, കഴിയാത്തത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്, നമ്മളെ വഴി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മളോട് ഇടപെടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ ശബ്ദം കേൾക്കാതെ നമുക്ക് ബോധിച്ചവണ്ണം എന്ത് ചെയ്യുക, നാം മുൻപോട്ട് പോകുക. അതുകൊണ്ട് അവനാണ് നമ്മുടെ മാതൃക, അല്ലെ? നമ്മള് മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന് 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് കഴിഞ്ഞ് കർത്താവ് പറയാം, എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, അല്ലെ? കർത്താവിന്റെ താഴ്മയെ കുറിച്ചും അവന്റെ നുകത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയാം, എന്റെ നുകം ലഘു, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാണ്, അല്ലെ? എന്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. നമ്മുടെ കർത്താവിനോടാ പഠിക്കണ്ടേ. സഹോദരന്മാരെ നോക്കി നോക്കി പഠിക്കുകയല്ലേ. ഇന്ന് അങ്ങനെ ഒരു അബദ്ധം നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ നോക്കി പഠിക്കാനുള്ള ജീവിതം ഉണ്ടാകണം. പക്ഷേ എല്ലാ സമയത്തും അങ്ങനെ നോക്കിയാൽ നമ്മൾ വഴിതെറ്റും, തെറ്റായ ഉപദേശങ്ങളിലേക്ക് പോകും, ശരിയല്ലാത്ത നിലയിലേക്ക് പോകും. പക്ഷേ നാം യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ന്യൂനതയുമില്ലാതെ തികഞ്ഞവരായി ജീവിക്കാൻ നമുക്ക് എന്ത് ചെയ്യും, സാധിക്കും. ഇനി അവനിലേക്കൊന്ന് നോക്കിക്കേ. അവനെ നോക്കിയാൽ അവന്റെ സ്നേഹം, അല്ലേ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നുണ്ട്, കർത്താവ് തനിക്കുള്ളവരെ അവസാനത്തോളം എന്ത് ചെയ്തു, സ്നേഹിച്ചു എന്ന വായിക്കും. ശത്രുവിനെയും സ്നേഹിക്കുന്ന കർത്താവിന്റെ സ്നേഹം. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് എന്താ പഠിപ്പിച്ച്? പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നറിയായി കൊണ്ട് ഇവരോട് എന്ത് ചെയ്യണം, ക്ഷമിക്കണം. ഞാൻ ഓർപ്പിച്ചതുപോലെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം വരമേൽപ്പിച്ചുകൊണ്ട് നിശബ്ദനായി എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു കർത്താവ്. കർത്താവിന്റെ സ്നേഹം അത് നമ്മിൽ എന്ത് ചെയ്യണം, നമ്മിൽ ആ സ്വഭാവം അനുരൂപമായി തീരണം. യേശുവിന്റെ സ്വഭാവത്തോട് നാം അനുരൂപരായി തീരണം. കർത്താവിന്റെ മനസ്സലിവ്, അല്ലെ? ഇന്ന് മനസ്സലിവുണ്ടോ? മനസ്സലിവ് ഇന്നില്ലാത്തൊരു കാലഘട്ടത്തില്, പ്രത്യേകിച്ച് ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, മറ്റാരും മനസ്സലിവ് കാണിച്ചില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കാരണം നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനാ? അവൻ എപ്പോഴും മനസ്സലിഞ്ഞേ. രോഗികളെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. വിശന്നിരുന്നവരെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. ഇടയിലില്ലാത്ത ആളുകളെ പോലെ ആളുകൾ ചിന്നിയും ചിതറിയും ഇരിക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? മനസ്സലിഞ്ഞു. അപ്പോൾ ഈ മനസ്സലിവ് ആർക്കും ഉണ്ടാകണം? ഈ മനസ്സലിവ് നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആരെ നോക്കണം? എല്ലാവരോടും മനസ്സലിഞ്ഞ. ഞാൻ പറയട്ടെ, നമ്മളോട് മനസ്സലിഞ്ഞ എപ്പോഴാ? നമ്മൾ നീതിമാന്മാരായിരുന്നപ്പോഴാണോ? നമ്മൾ നല്ലവരായിരുന്നപ്പോഴാണോ? തിരുവഴുത്ത് വായിക്കുമ്പോൾ ദൈവജനം പറയുന്നു, നാം പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. നീതിമാന് വേണ്ടി, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കാൻ തന്നെയും, പക്ഷെ പാപിക്ക് വേണ്ടി ആരും എന്ത് ചെയ്യില്ല. പക്ഷെ ക്രിസ്തു പാപികളായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം അഭക്തരായിരുന്നപ്പോൾ, നാം നീതികെട്ടവരായിരുന്നപ്പോൾ സ്നേഹിക്കുവാനോ നമ്മോട് മനസ്സലിവ് കാണിക്കുവാനോ ഒരു യോഗ്യതയും നമ്മളില്ലാത്ത സമയത്താണ് ദൈവം നമ്മെ എന്ത് ചെയ്തത്? അല്ലെങ്കിൽ യേശു നമ്മെ സ്നേഹിച്ചത്, നമ്മോട് മനസ്സലിവ് കാണിച്ചത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഉദാഹരണം കർത്താവ് പറഞ്ഞു, അല്ലേ? ഒരു മനുഷ്യൻ, അദ്ദേഹം 10,000 താലന്ത് കടപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ യജമാനൻ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ജയിലിലിടാൻ, കാരാഗൃഹത്തിലിടാനാണ് അതിന്റെ ഉടമസ്ഥൻ പറഞ്ഞ, മുതലാളി പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം കാലിൽ വീണ് പറഞ്ഞു, അയ്യോ, എന്നോട് കരുണ തോന്നണം, എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, എന്നോട് എന്ത് ചെയ്യണം? കരുണ തോന്നണം, മനസ്സലിയണം. ഉടനെ അദ്ദേഹത്തോട് മനസ്സലിവ് തോന്നി അവന്റെ കടം എന്ത് ചെയ്തു? ഇളച്ചു കൊടുത്തു. അങ്ങനെ വരുന്ന വഴിക്കാണ് 100 താലന്ത് കടപ്പെട്ട ഒരുത്തനെ വഴി വെച്ച് കണ്ടു. അവനെ പിടിച്ച് എന്ത് ചെയ്തു?
ഞെക്കിപ്പിടിച്ചു. അവനെ എന്ത് ചെയ്തു? ജയിലിൽ, കാരാഗൃഹത്തിലേക്ക് അടച്ചു. ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഞാൻ ഇത്രയും നിന്നോട് ക്ഷമിച്ചപ്പോൾ, ഇത്രയും നിനക്ക് ഇളച്ചു തന്നിട്ട് നീ എന്തുകൊണ്ട് നിന്റെ സഹോദരൻ ഇളച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചതിനെ കുറിച്ച് നാം വായിക്കുന്നു. ഇന്ന് രാത്രി പറയട്ടെ, ഒരു മനസ്സലിവ് നമുക്കുണ്ട്. നമുക്ക് താഴ്മയുണ്ടോ? കർത്താവിന്റെ താഴ്മയെ കുറിച്ച് വായിക്കുമ്പോൾ എവിടം വരെ താന്നു? നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് മാറിയിരിക്കാൻ, താന്നിരിക്കാൻ നമുക്ക് പറ്റില്ല പലപ്പോഴും. തെറ്റ് പറഞ്ഞില്ല, മനുഷ്യൻ എല്ലാവരും അങ്ങനെയാ അല്ലേ? ഈ വലിയ വലിയ സഭകളിലൊക്കെ ചെന്നാൽ ആളുകളൊക്കെ സ്ഥിരം ഇരിക്കുന്ന കസേരകളുണ്ട്. അവിടുന്ന് ആരും മാറിയിരിക്കാനായിട്ട് എന്താ, ഒരാൾ വന്ന് അവിടെ ഇരുന്ന് അറിയാതിരുന്നാൽ പോലും അദ്ദേഹത്തിന് ചിലപ്പോൾ ഇരിക്കുന്നില്ലെന്നല്ല, ഒരു ഹൃദയത്തിൽ ഒരു ഭാരം, ഞാൻ ഇരുന്നിടത്താണ് അല്ലേ? നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് മാറിയിരിക്കാൻ. പക്ഷെ സ്വർഗത്തിലെ സകല മഹിമകളും പിതാവിനുള്ള സമത്വവും മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അനുസരണവും, താഴ്മ, തന്റെ താഴ്മ, സ്വർഗത്തിൽ നിന്ന് ഭൂമിയോളം. വിശദമാക്കാൻ സമയം പോലെ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഓരോ ഗുണങ്ങളും നമ്മള് മത്തായി സുവിശേഷം 5-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? സൽഗുണപൂർണരാകുവീൻ. അപ്പോൾ എന്താ ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം? ഈ പൂർണനായി നമ്മുടെ ഇടയിലേക്ക് വന്ന് മനുഷ്യനായി ജീവിച്ച്, സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായി ജീവിച്ച്, നമുക്ക് സമ്പൂർണമായ നിലയിൽ സൽഗുണപൂർണരായി ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച് അതിന് മാതൃക വെച്ചേച്ച് പോയവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും എന്ത് ചെയ്യണം? അപ്പൊ എന്താ വേണ്ടേ? ദുർഗുണങ്ങളല്ല ആവശ്യം, സൽഗുണപൂർണരായിട്ട്. അതിനെന്താ വേണ്ടേ? അതിന് വേണ്ടത് നാം കർത്താവിലേക്ക് ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം? നോക്കണം. നമ്മൾ പാടാറുണ്ട്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ അല്ലെ? ഇവയെ കാംക്ഷിക്കുന്നു. അത് കേൾക്കുവാൻ, കാക്കുവാൻ, യേശുവിന്റെ വചനം കേട്ട് കാത്ത് യേശുവിനെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് എത്ര കാലം ജീവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ലഭിച്ച ജീവിത സാഹചര്യത്തിൽ ദൈവം തന്ന ആയുസ്സിൽ ഓരോ ദിവസം, ഓരോ പ്രഭാതത്തിലും എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങേ പോലെ ജീവിക്കാൻ എന്നെ എന്ത് ചെയ്യണം? സഹായിക്കണം. അതിന് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വിധത്തിൽ അതിനൊരു കുറവ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതിനെ മറച്ചു വെച്ച് മൂടി വെച്ച് ഓടിപ്പോകുകയല്ല, ആ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ധൈര്യത്തോടുകൂടെ കൃപാസനത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് നമ്മുടെ പാപത്തെ, തെറ്റുകളെ ഏറ്റുപറഞ്ഞാൽ പാപത്തെ ക്ഷമിച്ച് നമ്മളെ എന്ത് ചെയ്യും? നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി വീണ്ടും നമ്മെ ആ നിലയിൽ നടത്തുവാൻ അവൻ ശക്തനാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, ദൈവജനത്തിന്റെ മാതൃക ആരാന്നറിയാമോ? കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും നാം ശ്രദ്ധിച്ച് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഇനി അത് മാത്രമല്ല, അവന്റെ സ്വഭാവ ഗുണങ്ങൾ അത് നമ്മിലേക്ക് പകർത്തുവാൻ മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിലും, അതാണ് എബ്രായലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ എന്ത് ചെയ്യുക? നോക്കുക. യേശുവിനെ നോക്കുക. കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഇനി ഒരു ചുവട് വെക്കുവാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുമ്പോൾ, നിരാശകൾ വരുമ്പോൾ, ജീവിതത്തിൽ വൈഷമ്യങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ സഹിച്ച നമ്മെ പോലെ നമ്മോട് ഒരു വാക്കിങ്ങനെ വായിക്കുന്നു, നമ്മളോട് അവൻ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് വെച്ചാൽ പാപം ഒഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യമായി അല്ലെ? വാക്കിന്റെ അർത്ഥമൊക്കെ മനസ്സിലായോ? കർത്താവും നാമും തമ്മിൽ വ്യത്യാസം, കർത്താവ് മനുഷ്യൻ വന്നപ്പോൾ അവനിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. പക്ഷെ അവൻ എല്ലാ പരീക്ഷകളും പരിശോധനകളും എന്ത് ചെയ്തു? അനുഭവിച്ചു. അവന് വിശന്നു, അവൻ ദാഹിച്ചു, അവൻ വേദനപ്പെട്ടു, അവൻ ഒറ്റപ്പെട്ടു, അവനെ പരിഹസിച്ചു, ദുഷിച്ചു, അവനെ അടിച്ചു, നിന്ദിച്ചു. മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും കർത്താവ് അനുഭവിച്ചു. അതുകൊണ്ടാണ് ദൈവത്തിന് പറയുന്നത് നമുക്ക് തുല്യമായി, പാപം ഒഴികെ സർവ്വത്തിന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. വിശ്വാസത്തിൽ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. എന്തിനാ നോക്കേണ്ടത്? ഒന്ന്, രക്ഷയ്ക്കുള്ള ഏക മാർഗം യേശു മാത്രം. രണ്ടാമത്തെ കാര്യം, സമ്പൂർണ്ണത വരുത്തിയ ഏക മഹാപുരോഹിതൻ യേശു മാത്രമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മാതൃകാ പുരുഷൻ യേശു മാത്രം. അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാക്ക് സമയപരിധി കൊണ്ട് നിർത്തട്ടെ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ദിവസവും യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിജയശ്രീലാളിതരായി, നമ്മൾ ആരും പരാജയപ്പെടാൻ വേണ്ടിയല്ല കർത്താവ് വിളിച്ചത്. നമ്മൾ ഒരിക്കൽ പരാജയപ്പെട്ടവരായിരുന്നു, നമ്മളത് മറന്നു പോകരുത്. ചിലരൊക്കെ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ അങ്ങ് ജീവിച്ചങ്ങ് തീർത്താൽ മതി എന്നാ അല്ലെ? കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും, ജീവൻ ഉണ്ടാകാൻ മാത്രമാണോ? സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും അത്ര ഞാൻ എന്ത് ചെയ്തിരിക്കുന്നേ? വന്നിരിക്കും. അപ്പൊ കർത്താവിന്റെ നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എന്താ? കേവലം ജീവനുള്ളവരായിട്ട് മാത്രമല്ല, സമൃദ്ധമായ ജീവൻ. ആ സമൃദ്ധമായ സന്തോഷം നമ്മുടെ മുഖങ്ങളിൽ തെളിയട്ടെ. ആ സമൃദ്ധമായ സന്തോഷം നമ്മുടെ പാട്ടുകളിൽ മുഴങ്ങിക്കേൾക്കട്ടെ. ആ സമൃദ്ധമായ സന്തോഷം നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിഫലിക്കട്ടെ. ആ സമൃദ്ധമായ സന്തോഷം സഭയിൽ ഉണ്ടാകട്ടെ. അങ്ങനെ ആ സമൃദ്ധമായ സന്തോഷം നമ്മെ കാണുന്നവർ പറയട്ടെ, ഇവർ അനുഭവിക്കുന്ന സമൃദ്ധമായ ജീവൻ അനുഭവിക്കുന്ന കൂട്ടമാണെന്ന് പറയട്ടെ. ഒടുവിൽ നാം കർത്താവിന് സന്നിധിയിൽ നിൽക്കുമ്പോൾ എന്താ കർത്താവ് വിളിക്കാൻ പോകുന്ന അറിയാമോ? നന്ന്, നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. ഇങ്ങനെ ഒരു വിളി കേൾക്കണമെങ്കിൽ, ഇങ്ങനെ ഒരു നമ്മളെ കുറിച്ച് കർത്താവ് പറയണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ഓരോ ദിവസവും നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കി ആ യേശുവിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്കിടയാണ്. അങ്ങനെ ഒരു ദിവസങ്ങളിൽ വിജയകരമായ, ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാലും നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ എനിക്കൊരു അവസരം നൽകിയ ഈ സഭയോടും പ്രത്യേകിച്ച് പ്രിയ കർത്തദാസരോടും കുടുംബത്തോടും പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുന്നു. വചനം കേട്ട എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ഈ വചനങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.